എല്ലാവർക്കും ഇറ്റ്സ് മീ അപ്സുവിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അപ്സു. നമ്മളിന്ന് പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന DC vs RCB മത്സരത്തിൽ 8 വിക്കറ്റിന്റെ വിജയത്തോടു കൂടി RCBയുടെ കപ്പില്ല എന്നുള്ള വരൾച്ചയും കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആ കേസ് പറഞ്ഞാലും ട്രോളാൻ ചെല്ലൂല. ഇപ്പൊ പുതിയ ട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പെമ്പട കപ്പടിച്ചു ആമ്പടക്ക് ഇത് മുട്ടയിടാൻ പറ്റിയെന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് ഇപ്പൊ ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങണേ. എന്തായാലും നമുക്ക് അതിലേക്ക് പോണേക്കാൻ മുമ്പ് അങ്ങനെ വരൾച്ചയും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അതിന്റെ സന്തോഷത്തിലും അർമാദത്തിലൊക്കെയാണ് ഇപ്പൊ ഫാൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു കപ്പ് കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ. ഈ ടൂർണമെന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ സ്വന്തം പെറി തന്നെയാണ്. പെറിയുടെ പെർഫോമൻസ് എടുത്തു പറയണം. കാരണം ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഒരേപോലെ തിളങ്ങി നല്ല പ്രകടനം കാണാൻ സാധിച്ചു. ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറും പെറി തന്നെയാണ്. പർപ്പിൾ ക്യാപ്പും RCBയുടെ ഒരു പ്ലെയർ തന്നെയാണ്. പ്ലെയറിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് IPL അതുപോലെ തന്നെ വുമൻസ് പ്രീമിയർ ലീഗിലും ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചേക്കാണ്. ഒരു സീസണിൽ ഒരു ടീമിന് കപ്പും ഓറഞ്ച് ക്യാപ്പും അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പും കാര്യങ്ങളൊക്കെ. ഇത് IPL-ലും വുമൻസ് പ്രീമിയർ ലീഗിലും ഒരു റെക്കോർഡ് തന്നെയാണ്. അതുപോലെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വുമൻസ് പ്രീമിയർ ലീഗിൽ പെറിയുടെ ഭാഗത്ത് നിന്ന് ഒരു റെക്കോർഡ് കാണാൻ സാധിച്ചു. 6 വിക്കറ്റ് വീഴ്ത്തി ഒരു റെക്കോർഡ് എന്തോ സൃഷ്ടിച്ചു. വുമൻസ് പ്രീമിയർ ലീഗിൽ ഇതിനു മുമ്പ് 6 വിക്കറ്റ് ഒന്നും ഒരു മാച്ചിൽ വീഴ്ത്തിയിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് എന്തായാലും പെറിന്റെ കുറച്ച് റെക്കോർഡും കാര്യങ്ങളും നോക്കാം. പെറിയെ ഗോട്ട് എന്ന് വിളിക്കുന്നതിനുള്ള റീസൺ ഇതാണ്. 6 തവണ T20 വേൾഡ് കപ്പ്, 2 തവണ വേൾഡ് കപ്പ്, 2 തവണ വുമൻസ് ബിഗ് ബാഷ് ലീഗ്, അങ്ങനെ എന്താണ് വുമൻ BBL ഉണ്ട്. അതുപോലെ ക്രിക്കറ്റ് ഡെക്കഡ്, പിന്നെ നോക്കുകയാണെങ്കിൽ OD ക്രിക്കറ്റ് ഡെക്കഡ് അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ ഓറഞ്ച് ക്യാപ്പ്, വുമൻസ് പ്രീമിയർ ലീഗ് കപ്പ്. ഇത്രയൊക്കെയാണ്. ഇത് ഇനിയും കുറെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് പോയിങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ വീഡിയോസുമായി ഞാൻ എത്തുന്നതാണ്. അപ്പൊ ബൈ.